എണ്ണ വ്യാപാരത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടനാഴിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാന്റെ കയ്യിലെ ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് ഈ ഇടനാഴി. ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഹോർമുസ് കടലിടുക്കാകട്ടെ അവിടെ അത് കയ്യിൽ വെച്ചുകൊണ്ടുള്ള പ്രതികാര നടപടിക്കാണ് ഒരുങ്ങിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കാകട്ടെ അത് അടച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തന്നെ പശ്ചിമേഷ്യയിൽ സംഘർഷം അതീവ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് അടച്ചതായി തന്നെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ആകട്ടെ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കുറെ അധികം ഏഷ്യൻ രാജ്യങ്ങൾ കൂടുതൽ പ്രതിസന്ധികളും ആശങ്കകളും പങ്കുവയ്ക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളടക്കം പുറത്തു വരുന്നുണ്ട്. ഈ ജലപാതയിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്ന ഏതൊരു കപ്പലിനെയും തകർക്കുമെന്ന് വലിയൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെ കമാൻഡർ ഇൻ ചീഫായ സീനിയർ അഡ്വൈസറായ ബ്രിഗേഡിയർ ജനറൽ സർദാർ ഇബ്രാഹിം ജബാരിയാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ലോകത്തിലെ ആകമാനം തന്നെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു പാതയായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്. സൗദി അറേബ്യ, കുവൈറ്റ്, ഇറാഖ്, ഖത്തർ, ബഹ്റൈൻ, അതേപോലെ UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും പ്രധാനമായും തന്നെ ഈ വഴിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് പ്രത്യേകിച്ച് ഏഷ്യൻ വിപണികളിലേക്ക് എത്തുന്നത്. കടലിടുക്ക് അടയ്ക്കാനുള്ള ഇറാന്റെ തീരുമാനം ആഗോള എണ്ണ വിതരണ ശൃംഖലയെ വൻതോതിൽ തന്നെ തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ ഫെബ്രുവരിയിൽ ഇറാൻ നടത്തിയ സൈനിക അഭ്യാസങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഗതാഗതം നിയന്ത്രിച്ചപ്പോൾ തന്നെ എണ്ണവിലയിൽ 6% തന്നെ വർധനവാണ് ഉണ്ടായിരിക്കുന്നതും. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടച്ചുവെന്ന ഇറാന്റെ അവകാശവാദം US സെൻട്രൽ കമാൻഡ് വലിയ രീതിയിൽ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ജലപാത ഇപ്പോഴും അവിടെ തുറന്നു തന്നെയാണ് എന്നതും കപ്പൽ ഗതാഗതം അവിടെ തടസ്സപ്പെട്ടിട്ടില്ല എന്നതുമാണ് അമേരിക്കൻ വൃത്തങ്ങൾ അവകാശപ്പെട്ടിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിന് ബദലായി തന്നെ സൗദി അറേബ്യയും UAEയും പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മേഖലയിൽ നിന്നുള്ള ഭൂരിഭാഗം എണ്ണ കയറ്റുമതിയും ഈ ജലപാതയിലൂടെ മറ്റു സുരക്ഷിത മാർഗങ്ങളില്ല, അതായത് ഇതിന് മറ്റു സുരക്ഷിത മാർഗങ്ങളില്ലാതെയാണ് കടന്നു പോകുന്നത് എന്നതാണ് മറ്റൊരു വസ്തുതയായി ഇവിടെ എടുത്തു പറയേണ്ടത്. ഇത്തരത്തിൽ അതീവ രൂക്ഷമായി തന്നെ ഈ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ എണ്ണയുടെ വില അത് കുതിച്ചുയരുവാനും പല രാജ്യങ്ങൾ, ഏകദേശം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വലിയ ആശങ്കകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.